Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. കാലടി പാലത്തിലെ കുഴികൾ അടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ അടിയന്തര ഇടപെടലുണ്ടാകണമെന്ന് റോജി എം ജോൺ എം.എൽ.എ. ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും റോജി എം ജോൺ എം.എൽ.എ. പറഞ്ഞു. കാലടി ശ്രീശങ്കര പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിനാൽ MC റോഡ് വഴി യാത്ര ചെയ്യുന്ന 10,000-കണക്കിന് ജനങ്ങൾ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ നരകിക്കുകയാണ്. MC റോഡിലും പലയിടങ്ങളിൽ കുഴികൾ ഉണ്ടായിട്ടുണ്ട്. അറ്റകുറ്റപ്പണികളുടെ ചുമതലയുള്ള കമ്പനി പ്രവർത്തനം നിർത്തിവച്ചതിനാൽ നാഥനില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച മന്ത്രിതല യോഗത്തിൽ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് റോജി എം ജോൺ എം.എൽ.എ. പറഞ്ഞു. കാലടി പാലത്തിന്റെ ഇരുവശങ്ങളിലും രൂപപ്പെട്ട കുഴികൾ കാരണം കാലടിയിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഗതാഗത കുരുക്കാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല MC റോഡിൽ പൂർണ്ണമായിട്ടും മഴ പെയ്തോടുകൂടിയിട്ട് പല ഭാഗങ്ങളിലും അപകടകരമായ വിധത്തിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. MC റോഡിന് പൂർണ്ണമായും, അതായത് ചെങ്ങന്നൂർ മുതൽ അങ്കമാലി വരെയുള്ള ഭാഗം, അത് മൊത്തത്തിൽ അതിന്റെ മെയിന്റനൻസ് എല്ലാ വർഷവും നടത്തുന്നത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് OPBRS സ്കീമിന്റെ ഭാഗമായിട്ട് ഒരു കരാറുകാരനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങളായിട്ട് ആ കരാറുകാരൻ അതിന്റെ പ്രവൃത്തി ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ്. ഈ വിഷയം ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ചു ചേർത്ത മഴക്കാലപൂർവ്വ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതാണ്. എന്നാൽ MC റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറ് പുനഃസ്ഥാപിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കുവാനായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അടിയന്തരമായിട്ട് കാലടി പാലത്തിലെ കുഴികളും അതുപോലെ തന്നെ MC റോഡിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഴികളുമൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ കാലടിയിലെ ഗതാഗത കുരുക്ക് ഒരു പ്രശ്നം, അതുപോലെ തന്നെ MC റോഡിൽ പൂർണ്ണമായിട്ടും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുവാനായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നമ്മൾ മറ്റ് പൊതുമരാമത്ത് റോഡുകളിലെല്ലാം പ്രാദേശികമായിട്ട് നമ്മൾ അതിന്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും അവിടെ മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ MC റോഡ് പൂർണ്ണമായിട്ടും പൊതുമരാമത്ത് വകുപ്പ് നേരിട്ട് അങ്കമാലി മുതൽ ചെങ്ങന്നൂർ വരെയുള്ള ഒരു ഭാഗവും ചെങ്ങന്നൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗവും അങ്ങനെ 2 കരാറുകാർക്കായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ ആ വർക്ക് ഇപ്പോൾ നടക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ സമരപരിപാടികളിലേക്ക് കടക്കേണ്ടതായിട്ട് വരും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും ആശുപത്രികളിലേക്കും മറ്റും സഞ്ചരിക്കുന്ന ആളുകൾക്ക് തീരാ ശാപമായി മാറിയിരിക്കുകയാണ് കാലടി പാലത്തിലെ കുരുക്ക്. പൊതുമരാമത്ത് മന്ത്രി ഇടപെട്ട് പ്രശ്നത്തിന് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും റോജി എം ജോൺ എം.എൽ.എ. കൂട്ടിച്ചേർത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.